വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇസ്ലാമികവൽക്കരണം, കാണാപ്പുറങ്ങൾ എന്നുള്ള പഠന പരമ്പരയിൽ ഒരു ചെറിയ ഭാഗമാണ് ഞാനും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ജിഹാദ് എന്നുള്ളതാണ്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു TV ചർച്ചയിൽ ആദരണീയനായ അലിയാർ മൗലവി പങ്കെടുക്കുകയുണ്ടായി. അതിൽ ആദരണീയനായ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് ഒരു പ്രസ്താവന അദ്ദേഹം ഇപ്രകാരം നടത്തുകയുണ്ടായി. സംഘടിതമായിട്ട് തീവ്രവാദ ആക്രമണങ്ങളിൽ പങ്കെടുക്കാത്തതായ ഒരു മതം ഇന്ന് നിലവിലുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനികൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണം വളരെ കൃത്യവും സൂക്ഷ്മവുമായിരുന്ന ഒരു നിരീക്ഷണമായിരുന്നു. ഒരു പാനലിൽ അലിയാർ മൗലവിയോടൊപ്പം തന്നെ മറ്റു 2 പേരും ഉണ്ടായിരുന്നുവെങ്കിലും അവരൊന്നും ഇതിനോട് പ്രതികരിക്കാതെ അവരുടെ വിഷയങ്ങൾ, അവരുടെ വശങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അലിയാർ മൗലവി വളരെ പ്രകോപിതനായിട്ട് ഇതിനോട് പ്രതികരിക്കുകയുണ്ടായി. നമുക്ക് ഈ 2 ക്ലിപ്പുകളും, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്ന ക്ലിപ്പും അതിനെ തുടർന്ന് പിന്നീട് ആ ചർച്ച മുന്നോട്ട് പോയപ്പോൾ വളരെ പ്രകോപിതനായിട്ട് അലിയാർ മൗലവി പ്രതികരിക്കുന്നതും നമുക്ക് ഒന്ന് കാണാം. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ക്ലിപ്പ് കാണാം. തീവ്രവാദം എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ ഒരു ഡയറക്റ്റായിട്ട് തീവ്രവാദം നടത്താത്തത് ക്രിസ്ത്യാനികൾ മാത്രം. ക്രൈസ്തവരായ ചില തീവ്രവാദം നടത്തിയിട്ടെങ്കിലും സംഘടിതമായ തീവ്രവാദം നമ്മുടെ നാട്ടിൽ അതെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ടോ. ന്യൂസിലാൻഡിൽ വെടിവെപ്പെടുത്തി ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും ആ ഒരു സംഘടിതമായിട്ട് തീവ്രവാദം നടത്താത്ത അവർ വന്നിട്ട് ബുദ്ധമതക്കാർ. നമ്മൾ ഈ ക്ലിപ്പിൽ കണ്ടിരിക്കുന്നത് പോലെ അദ്ദേഹം വളരെ നിഷ്പക്ഷമായിട്ട് ഒരു നിരീക്ഷണമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൽ യാതൊരു തെറ്റും പറയാനായിട്ടില്ല. കാരണം ഈ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ സംഘടിതമായിട്ട് നടത്തിയ ഒരു അക്രമം ആർക്കും ചൂണ്ടിക്കാട്ടാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ ചർച്ച മുന്നോട്ട് പോയപ്പോൾ പ്രകോപിതനായി അലിയാർ മൗലവി പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കാണാം. ക്രൈസ്തവ സമൂഹത്തിലെ ജയശങ്കർ സാർ പറയുകയുണ്ടായി, ക്രൈസ്തവ സമൂഹത്തിലാണ് ഇപ്പൊ സംഘടിത തീവ്രവാദം ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാമെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ തീവ്രവാദത്തിന്റെ, ഞാൻ ക്രൈസ്തവ സമുദായത്തെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ പോലും ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ ക്ഷമാപണം നടത്തേണ്ട ഒരു മതം ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനികളാണ്. ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഇൻഡോ പാക് പ്രശ്നത്തിന്റേതടക്കം നമുക്കിടയിൽ ഒരു രാജ്യമാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ആവശ്യപ്പെട്ടത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ 1947 അർദ്ധരാത്രിയിൽ തന്നെ നമുക്ക് നൽകിയത് ബ്രിട്ടീഷുകാർ 2 രാജ്യമാണ്. അവർ ക്രിസ്ത്യാനികളാണ്, പക്ഷെ അവർ ബ്രിട്ടീഷ് എന്നേ പറയുള്ളൂ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയില്ല. കാരണം ആഗോള മേധാവിത്വം അവർക്കാണ്. നമ്മൾ 2 രാജ്യം ആരും ചോദിച്ചില്ല, അവിടെ പട്ടേലും ചോദിച്ചില്ല, ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരും ചോദിച്ചില്ല. കൊടുത്തത് 2 രാജ്യമാണ്. കാരണം ഒരു കാലത്തും അവസാനിക്കാത്ത ഒരു ഭിന്നത, ഡിവൈഡ് ആൻഡ് റൂളാണ് അവരുടെ ഭരണനയമെന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ആ നയമെന്ന് വിശദീകരിച്ചും കൂടെ കൊടുക്കണം. അപ്പൊ ഈ തെറ്റിദ്ധരിപ്പിക്കലുകൾ അവസാനിക്കും, നമ്മുടെ തെറ്റിദ്ധാരണ നീങ്ങിക്കിട്ടും. അവരന്നേ ആരംഭിച്ച പരിപാടിയാണ് നമുക്കിടയിലുള്ള ഈ ഭിന്നിപ്പെന്ന് നിലനിൽക്കണമെന്ന്. അത് പരിഹരിക്കപ്പെട്ടിരുന്നു അവർക്ക് നിർബന്ധമുണ്ട്. അപ്പുറത്ത് ആഗോളതലത്തിൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഫലസ്തീനിൽ അപ്പുറത്ത് ജൂതരുണ്ട്. അവരുടെ ക്രൈസ്തവ മേധാവിത്വം നിലനിർത്തുക, ഞാനിത് പറയുന്ന എല്ലാ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചല്ല. ആത്മീയതയുടെ ആസ്ഥാനം, പേപ്പൽ ആസ്ഥാനം എന്ന് പറയുന്നത് റോമിലാണ്. ആത്മീയതയുടെ പിതാവായ അദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പക്ഷെ ക്രൈസ്തവതയെ രാഷ്ട്രീയ ഭീകരതയുടെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്ന അമേരിക്ക അടക്കമുള്ള, ബ്രിട്ടൻ അടക്കമുള്ള, ഫ്രാൻസ് അടക്കമുള്ളവരുടെ നയം വേറെയാണ്. അത് രാഷ്ട്രീയ ഭീകരതയാണ് ക്രൈസ്തവതയുടെ. ആത്മീയതയെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അവരൊക്കെയാണ്, അവരെ ബഹുമാനിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം. അപ്പുറത്ത് അലിയാർ മൗലവി ഇവിടെ പറയുന്നത് ലോകത്തിലെ ഏതെങ്കിലും മതം തീവ്രവാദത്തിന് വേണ്ടി മാപ്പ് പറയണമെങ്കിൽ, ഏറ്റവും അധികം മാപ്പ് പറയണമെങ്കിൽ അത് ക്രൈസ്തവരാണ്, ക്രൈസ്തവ സഭയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര നിർഭാഗ്യകരമായ ഒരു ആക്ഷേപമാണ്, ആരോപണമാണ് ക്രൈസ്തവർക്കെതിരെ അദ്ദേഹം തൊടുത്തുവിട്ടിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായ അമേരിക്കൻ രാഷ്ട്രീയമൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്.
അത് നമുക്ക് തുടർന്ന് കാണാവുന്നതാണ്. ഇതിനെ തുടർന്ന് ഇതേ ചർച്ചയിൽ തന്നെ മറ്റൊരവസരത്തിൽ അലിയാർ മൗലവി ഇപ്രകാരം പറയുകയുണ്ടായി, എപ്പോഴും തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞ് നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്. ഹൈന്ദവരോ ക്രിസ്ത്യാനികളോ മറ്റു മതക്കാരോ അവരുടെ മതത്തിൽപ്പെട്ട ഒരാൾ തീവ്രവാദത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ തള്ളിപ്പറയാറില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ മറിച്ച് മുസ്ലിങ്ങൾ തീവ്രവാദത്തിനെതിരെ ശക്തമായ സ്റ്റാൻഡ് എടുക്കുകയുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അത് ഏതോ വലിയൊരു താരതമ്യമായിട്ട് വ്യത്യാസമായിട്ടാണ് കാണുന്നത്. അതിലവിടെ ഉണ്ടായിരുന്ന കാണികളും അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതായ ആങ്കറും ഒക്കെ കൈയടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ക്ലിപ്പൂടെ നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഏത് നിമിഷത്തിലാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചിന്തയിൽ നിന്നാണ് ഇവരൊരു മനുഷ്യ ബോംബായി പരിണമിക്കുന്നത്? എന്താണ് അവിടെ ഒരു താളപ്പിഴ? അവിടെ മതവും ജാതിയും ഒക്കെ നമുക്ക് വിട്ടു ചിന്തിക്കാം. അവിടെയാണല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഐസിസിനെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അവർ ചെയ്തത് ശരിയാണെന്നറിയാതെ, ശരിയാണോ തെറ്റാണോ എന്നറിയാതെ, ഈ വാർത്തകളൊന്നും വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ ഒരു ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ എല്ലാ ഹിന്ദു അമ്പലങ്ങളിലും ഹിന്ദുത്വ ഭീകരത ഞങ്ങൾ എതിരാണെന്ന് ഒരു സന്യാസിയും പ്രസംഗിച്ചിട്ടില്ല അമ്പലങ്ങളിൽ. അതുപോലെ തന്നെ ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഈ ഭീകരതയ്ക്കെതിരാണെന്ന് അവർ പ്രസംഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ 15 ലക്ഷം ആളുകൾ ഇറാഖിൽ മാരക ബോംബ് സദ്ദാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അമേരിക്ക അറ്റാക്ക് ചെയ്തപ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ചുകളിലും പ്രസംഗം നടത്തിയില്ല ഞങ്ങൾ ക്രിസ്തവ ഭീകരതയ്ക്കെതിരാണെന്ന്. പക്ഷേ ഐസിസിനെ കുറിച്ചും താലിബാനെ കുറിച്ചും മനുഷ്യത്വ വിരുദ്ധമായി കേൾക്കുന്ന വാർത്തകൾ ശരിയാണെന്ന് വിശ്വസിച്ച് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും അതുപോലെ അവരും ഞങ്ങളുമായി ബന്ധമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഞങ്ങൾ ഇവിടെ നഴ്സറി നടത്തുന്ന ഈ 2 ക്ലിപ്പിലും അദ്ദേഹം ചില അവകാശവാദങ്ങളും ആരോപണങ്ങളും ക്രൈസ്തവർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിലെ കാതലായ ഒരു വിഷയം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് ചില എപ്പിസോഡുകളിൽ ഇദ്ദേഹത്തിൻ്റെ മറ്റ് വാദങ്ങളും നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. ഇദ്ദേഹം പറയുന്നത് ക്രൈസ്തവരാണ് തീവ്രവാദത്തിൽ ഏറ്റവും അധികം ഏർപ്പെട്ടിരിക്കുന്നത്, ക്രൈസ്തവരാണ് ക്ഷമ ചോദിക്കേണ്ടതെങ്കിൽ, ഏതെങ്കിലും മതം ക്ഷമ ചോദിക്കേണ്ടതെങ്കിൽ ക്രൈസ്തവരാണ് എന്നാണ് പറയുന്നത്. അലിയാർ മൗലവിയോട് ഞാൻ ഇപ്രകാരം തിരിച്ചു ചോദിക്കട്ടെ, ക്രൈസ്തവർ എന്തിനാണ് അമേരിക്കയോ മറ്റ് രാജ്യങ്ങളോ തീവ്രവാദത്തിൽ ഏർപ്പെട്ടുവെന്ന ഒരു വാദത്തിന് വേണ്ടി നമ്മൾ അംഗീകരിച്ചെങ്കിൽ ക്രൈസ്തവരെന്തിനാണ് അതിൻ്റെ കടമ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? ക്രൈസ്തവരെ ഒരിക്കലും ഒരു ഉപദേശമായിട്ട് മറ്റുള്ളവരെ ആക്രമിക്കണമെന്നോ മറ്റുള്ളവരെ കോളനൈസ് ചെയ്യണമെന്നോ ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ക്രൈസ്തവ സഭ അപ്രകാരം ഇന്ന് പഠിപ്പിക്കാതിരിക്കെ ആരെങ്കിലും അപ്രകാരം പ്രവർത്തിച്ചാൽ ക്രൈസ്തവ സഭയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്വം വരുന്നത് എന്നെങ്ങനെയാണ്? മറിച്ചാണ് ഇസ്ലാമിൻ്റെ ഗതി. ഇസ്ലാം തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ പഠിപ്പിക്കുന്നത് ജിഹാദാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. ജിഹാദാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമെങ്കിൽ ജിഹാദിൽ പ്രേരിതമായിട്ട് അക്രമം നടത്തുന്നവർക്കെതിരെ മാപ്പ് ചോദിക്കേണ്ടത് മുസ്ലിം സമുദായത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം അത് നിങ്ങളുടെ പഠിപ്പിക്കലിൽ നിന്ന് വന്നതാണ്. ഇത് നിങ്ങളുടെ പണ്ഡിതന്മാരെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇദ്ദേഹം സുന്നി വിഭാഗക്കാരനാണല്ലോ, അതും അദ്ദേഹം ആ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നികളുടെ ഇടയിൽ പ്രധാനമായിട്ട് 4 സ്കൂളുകളാണ് അവരുടെ ലീഗൽ സൈഡിലുള്ളത്. ഒന്ന് നമുക്കറിയാം, ഹനഫി, മാലിക്കി, ഷാഫി, ഹൻബലി എന്നുള്ളതായ 4 സ്കൂളുകൾ. ഇതിലെ ഷാഫി ഇമാമിൻ്റെ പിന്തുടർച്ചയാണ് കേരളത്തിലെ ഭൂരിഭാഗം സുന്നി മുസ്ലിങ്ങൾ കൈക്കൊള്ളുന്നത്. ഷാഫി ഇമാമ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം റിസാല എന്ന് പറഞ്ഞ പുസ്തകം എഴുതുകയുണ്ടായി. അതിന്ന് ഇംഗ്ലീഷിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭ്യമാണ്. ഞാൻ അതിലെ ജോസഫ് ഇ ലൗറി ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകത്തിൽ നിന്നാണ് ഉദ്ധരിക്കുവാൻ പോകുന്നത്. ഇമാം ഷാഫി ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നതായ വാദം, അദ്ദേഹം ജിഹാദിനെ പറ്റി പറയുന്നതിന് മുമ്പ് നോളജിനെ പറ്റിയാണ് പറയുന്നത്.
അദ്ദേഹം പറയുന്നത് എല്ലാവരും ഇസ്ലാമിൽ പഠിക്കേണ്ടതായിട്ട് അഥവാ മതപരമായ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല, അതിന് ചിലർ മാത്രം ചെയ്താൽ മതി, ചിലർ ചെയ്താൽ അതെല്ലാവർക്കും എന്ന പോലെ അള്ളാഹു കണക്കാക്കും എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം അപ്രകാരം പറഞ്ഞപ്പോൾ അതിന് മറ്റൊരു ഉദാഹരണം കൂടെ കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഉദാഹരണമാണ് ജിഹാദ്. ജിഹാദ് അദ്ദേഹം പറയുന്നത് മുസ്ലിം സമുദായത്തിന് കൊടുത്തിരിക്കുന്നതായ കൽപ്പനയാണ്, മുസ്ലിം വ്യക്തിക്കല്ല. മുസ്ലിം വ്യക്തിക്ക് നമുക്കറിയാം 5 പില്ലർ, ഇസ്ലാമിൻ്റെ 5 പില്ലർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. മുസ്ലിം സമുദായത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പനയാണ് ജിഹാദ്. അത് എല്ലാവരും ചെയ്യേണ്ടതായിട്ടില്ല. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിലെ, മുസ്ലിം സമൂഹത്തിലെ ചിലർ എല്ലാ കാലത്തും അത് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ചിലർ ചെയ്തതുകൊണ്ട് മൊത്ത സമുദായത്തിന് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹം ഇതിന് മുമ്പോട്ട് വെച്ചിരിക്കുന്ന തെളിവുകളും നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം അദ്ദേഹം ഉദ്ധരിക്കുന്നതായ ഖുറാനിലെ ആയത്തുകൾ, അദ്ദേഹം ഉദ്ധരിക്കുന്നതായ ഹദീസുകൾ, ഇതൊക്കെ സാധാരണ നമ്മളും ഉപയോഗിക്കുന്നതായ ഹദീസുകളും ആയത്തുകളുമാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവർ നമ്മളെ ആക്ഷേപിക്കാറുണ്ട്, ഇത് നിങ്ങൾ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തതായ ആയത്താണ്, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല എന്നെല്ലാം പറഞ്ഞ് അവർ നമ്മളെ ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് ഇമാം ഷാഫിയാണ്. ഇമാമുകളുടെ ഇമാമെന്ന് വിശേഷിപ്പിക്കാമെന്ന 4 സ്കൂളിൻ്റെ ഒരു സ്കൂളിലെ പ്രധാനമായ ഇമാമായിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ചിന്താധാരയിൽ നിന്ന് വന്നിരിക്കുന്നതായ ആ സ്കൂളിൻ്റെ ഷാഫി സ്കൂളിൻ്റെ തലവനായിരിക്കുന്ന ഇമാം ഷാഫിയുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ദി എപ്പിസ്റ്റൽ ഓൺ ലീഗൽ തിയറി, എ ട്രാൻസ്ലേഷൻ ഓഫ് അൽ ഷാഫീസ് റിസല ബൈ മുഹമ്മദ് ഇബൻ ഇദ്രീസ് അൽ ഷാഫി, ജോസഫി ലൗരി, ചാപ്റ്റർ ഓൺ നോളജ്, പേജ് 152 മുതൽ 155 വരെ. അതിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ വായിക്കുവാനും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞു തുടങ്ങുന്നത്, ഒരു കൂട്ടം ആളുകൾ എക്കാലത്തും മുസ്ലിം സമുദായത്തിൽ ജിഹാദ് ചെയ്തുവെങ്കിൽ അതിൽ അള്ളാഹു എല്ലാവരും ജിഹാദ് ചെയ്യാതെ തന്നെ അത് എല്ലാവരും ജിഹാദ് ചെയ്തതായിട്ട് അവർക്ക് അതിൻ്റെ അനുഗ്രഹം കൊടുക്കും, അഥവാ അവരെ കുറ്റം വിധിക്കുകയില്ല. എല്ലാ കാലത്തും എപ്പോഴും ജിഹാദ് ചെയ്യണമെന്നുള്ള ഖുർആന്റെ കൽപ്പന ചിലർ അനുവർത്തിച്ചാൽ മതി, അതെല്ലാവരും അനുവർത്തിച്ചില്ലെങ്കിലും ചിലർ അനുവർത്തിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഫലം എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ ആരും അനുവർത്തിക്കാതിരുന്നാൽ മാത്രമേ അത് അള്ളാഹു ഇസ്ലാം സമുദായത്തെ കുറ്റം വിധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിത് ഓർത്തോണം. ഇത് ഇമാം ഷാഫി പറയുന്നതാണ്. ഇമാം ഷാഫി പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മൾ തന്നെ നമ്മളോട് പലപ്പോഴും പലരും പറയാറുണ്ട്, എല്ലാ മുസ്ലിങ്ങളും ജിഹാദികളല്ലല്ലോ. അല്ല, അങ്ങനെ ആയിരിക്കണമെന്നല്ലല്ലോ പഠിപ്പിക്കുന്നത്. എല്ലാ കാലത്തും മുസ്ലിം സമുദായത്തിലെ ചിലർ ജിഹാദിൽ ഏർപ്പെടണമെന്നാണല്ലോ അവർ തന്നെ പഠിപ്പിക്കുന്നത്. അതാണല്ലോ ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നത്. ഇനി തുടർന്ന് ഇമാം ഷാഫി ഇതിന് കുറെ തെളിവുകൾ നൽകാനായിട്ട് പോവുകയാണ്. ഇമാം ഷാഫി ആദ്യമേ പറയുന്നത് ഈ 152 മുതൽ 55 വരെയുള്ള ഇതിലാണ്, God has bought from believers their persons and their possessions for the price that paradise will be theirs. അള്ളാഹു വിശ്വാസികളുടെ ശരീരവും അവരുടെ വസ്തുക്കളും മേടിച്ചിരിക്കുകയാണ്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം. ഇങ്ങനെ അവർക്ക് സ്വർഗം അവകാശമായിട്ട് കൊടുത്തിരിക്കുന്നു. എങ്ങനെ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം. ഇതെപ്പോഴാണ്? നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ എല്ലാ കാലത്തും മുസ്ലിങ്ങൾ ചെയ്യേണ്ടതാണ്, കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യാം. ഇത് ഇമാം ഷാഫി പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല. അത് ഞാൻ മലയാളത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്ന, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കണ്ടിരിക്കുന്ന അതേ ഭാഗം ഖുറാനിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് സൂറത്ത് 9:111 ആയത്താണ്. തീർച്ചയായും സത്യവിശ്വാസികളുടെ പക്കൽ നിന്ന് അവർക്ക് സ്വർഗമുണ്ടായിരിക്കുക എന്നതിന് പകരമായി അവരുടെ ദേഹങ്ങളും അവരുടെ ധനവും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. ഇതൊരു ട്രാൻസാക്ഷനാണ്.
നിങ്ങൾക്ക് സ്വർഗം വേണോ, നിങ്ങൾ ഇന്നത് എനിക്ക് തരണം എന്ന് അള്ളാഹു പറയുകയാണ്. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. ഇതിനാണ് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത്. അങ്ങനെ അവർ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ സ്വർഗാവകാശികൾ ആകുന്നു. നിങ്ങളിത് കേട്ടോണം. ഇത് ഖുറാന്റെ ആയത്താണ്. ഇമാം ഷാഫി ഇതാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ഇതേ ആയത്ത് തന്നെ തുടരുകയാണ്. അത് ബൈബിളിനെ ആക്ഷേപിക്കുന്ന ഒരായത്തായിട്ടാണ് തുടരുന്നത്. തുടർന്ന് സൂറ 9:111 തുടരുകയാണ്. തൗറത്തിലും ഇഞ്ചിലും ഖുറാനിലും തന്റെ മേൽ ബാധ്യതയായി അള്ളാഹു പ്രഖ്യാപിച്ച സത്യവാഗ്ദത്തമത്രേ അത്. ഒരിക്കലുമല്ല ഒരു ക്രിസ്ത്യാനിയും ഇത് അംഗീകരിക്കുവാനായിട്ട് പോകുന്നില്ല. ഇങ്ങനെ ഒരു വാക്യം വിശുദ്ധ ബൈബിളിലില്ല. ഇരിക്കട്ടെ, അതപ്രകാരം ഇരിക്കട്ടെ, അത് നമ്മൾ നോക്കാം. ഇത് അള്ളാഹു തുടരുകയാണ്. അള്ളാഹുവിൻ്റെ പേരിൽ ഹസ്രത്ത് മുഹമ്മദ് തുടരുകയാണ്. അള്ളാഹുവേക്കാൾ അധികം താൻ്റെ കരാറ് നിറവേറ്റുന്നവനായി ആരുണ്ടോ? അതിനാൽ നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയിട്ടുള്ള ആ ഇടപാടിൽ സന്തോഷം കൈക്കൊള്ളുവിൻ. അത് തന്നെയാണ് മഹത്തായ ഭാഗ്യം. ഏത്? എല്ലാ കാലത്തും മുസ്ലിം സമുദായം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് മുസ്ലിം സമുദായത്തിന് സ്വർഗരാജ്യം കൊടുക്കാമെന്നുള്ള അള്ളാഹുവിൻ്റെ കരാർ. അപ്പൊ ഇതാണ് ഖുറാന്റെ അടിസ്ഥാനമായ ഉപദേശം. ജിഹാദ് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇസ്ലാമിനെ മനസ്സിലാക്കുവാനായിട്ട് സാധ്യമല്ല. നമ്മൾ ഈ പറയുന്ന 5 തൂണുകൾ, 5 പില്ലർ എന്ന് പറയുന്നത് അത് മുസ്ലിം എന്ന വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഇസ്ലാം എന്ന സമുദായത്തിന് കൊടുത്തിരിക്കുന്നത് ജിഹാദ് എന്നുള്ള പില്ലറാണ്. ഇത് ഞാൻ പിന്നീട് തുടർന്നും കാണിക്കുന്നതാണ്. നമുക്ക് അൽ ഷാഫിയുടേത് തുടരാം. അൽ ഷാഫിയുടേത് തുടരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തൗറത്തിലും ഇഞ്ചിലും അഥവാ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും നിന്ദ്യമായ ആക്ഷേപമാണ് വിശുദ്ധ ബൈബിളിനെതിരെ. ഇങ്ങനെയല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സത്യവേദ പുസ്തകത്തിൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ നമ്മളോട് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അവൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? നമ്മൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടാണോ? ഒരിക്കലുമല്ല. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, അവനിൽ നമുക്ക് അവന്റെ രക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്ക് വേണ്ടി സ്വയം തന്റെ ജീവനെ അർപ്പിച്ച നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവുമായ യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് മുഖാന്തരമാണ് നമുക്ക് സ്വർഗരാജ്യമുള്ളത്. അല്ലാതെ നമ്മൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നതിലല്ല. ഖുർആൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അങ്ങനത്തെ ഒരു വാക്യം വിശുദ്ധ ബൈബിളിലില്ല. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കോണം. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ തന്റെ ഏകജാതനായ പുത്രനെ നൽകിയാണ് നമുക്ക് സ്വർഗരാജ്യം അവകാശമായി തന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ കൊന്നിട്ടല്ല. ഈ ഖുറാന്റെ ആയത്ത് പറയുന്നത് മാതിരി അങ്ങനെ ഒരു വാക്യം വിശുദ്ധ ബൈബിളിലില്ല. ഇതോർപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അൽ ഷാഫിയുടെ ഇതിലേക്ക് വരുന്നു. അൽ ഷാഫി വീണ്ടും തുടരുകയാണ്. അഥവാ ആദ്യം അദ്ദേഹം ഇതാണ് നിങ്ങളുടെ വാഗ്ദാനം, ഇതാണ് നിങ്ങളുടെ വാഗ്ദത്തം, അള്ളാഹുവുമായിട്ടുള്ള കരാറ് എന്ന് ഓർപ്പിച്ചു. അത് കഴിഞ്ഞ് ഓരോ മതവിഭാഗക്കാരോടും അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് പറയുകയാണ്. He also said, but fight the pagans in all of them as they fight you in all of them. And know that the God is with those who are God-fearing. Kill the polytheists wherever you find them. Take them and confine them and lie in wait for them at every place of ambush. If they repent and perform prayer and pay alms, release them. God is forgiving and compassionate. ഇത് ഈ ആയത്ത് എടുത്തിരിക്കുന്നത് അതേ സൂറത്തിൽ നിന്ന് തന്നെയാണ്. 9:5 ഖുർആൻ 9:5. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിവിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് അവർ പശ്ചാത്താപിച്ചാൽ എടുക്കുക, അല്ലെങ്കിൽ അവരെ കൊന്നുകളയുക എന്നുള്ളതാണ് പറയുന്നത്. ബഹുദൈവ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ ആ ഉടമ്പടി പ്രകാരമാണ് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക. അതാണല്ലോ വാഗ്ദാനം. അതിൽ ബഹുദൈവ വിശ്വാസികളോട് ചെയ്യേണ്ടത് അവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം, അല്ലെങ്കിൽ അവർ ഇസ്ലാം മാർഗം സ്വീകരിക്കണം. അത് കഴിഞ്ഞ് അദ്ദേഹം ഇമാം ഷാഫി തുടരുകയാണ്, ഫൈറ്റ് ഫ്രം എമംഗ് ദോസ് പീപ്പിൾ who have been given the book, those who do not believe in God and the last day, and who forbid that which God and his emissary have forbidden, who do not follow the religion of the truth until they pay the tribute readily, having been humbled. ഇത് ഇമാം ഷാഫി പറയുന്നത് ഖുറാനിൽ നിന്നുള്ള ആയത്ത് അദ്ദേഹം തുടരുന്നതാണ്. 9:29 നമ്മൾ 9:111 കണ്ടു, 9:5 കണ്ടു, 9:29. ആ സുര 9 അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ മുമ്പ് ബഹുദൈവ വിശ്വാസികളായിരുന്നു, അഥവാ ഹൈന്ദവരെ പോലെയുള്ളവരാണ്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയുമാണ്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അവരെ കീഴടക്കിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. അഥവാ അവരെ കൊല്ലണമെന്നില്ല, വേണമെങ്കിൽ കൊല്ലാം, എന്നാൽ കൊല്ലണമെന്നില്ല. അവര് സ്വയം താക്കപ്പെട്ടവരായിട്ട് അവര് ട്രിബ്യൂട്ട്, ടാക്സ്, കപ്പം, ജിയാസ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ വാഗ്ദത്തം. നമ്മളത് 9:111 വായിച്ചു. അതാണ് അള്ളാഹുവിന്റെ വാഗ്ദത്തം. അതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് സ്വർഗം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം. ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. വേദക്കാരോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കണം, അവർ നിങ്ങൾക്ക് കപ്പം തരുന്നത് വരെ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇമാം ഷാഫി തുടരുകയാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇമാം ഷാഫിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കാണാവുന്നതാണ്. ഇത് നിങ്ങൾ ഓർക്കണം, ഇത് നമ്മളുടെ സ്വയം വ്യാഖ്യാനമല്ല. ഇസ്ലാമിലെ ഏറ്റവും വലിയ പണ്ഡിതന്റെ വ്യാഖ്യാനം മാത്രം നമ്മൾ വായിക്കുകയും അതിനുപരി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഉദ്ധരണികൾ മലയാളം ഖുറാനിൽ നിന്ന് നമ്മൾ വായിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഒരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. ഇതെത്ര കാലമാണ് തുടരേണ്ടത്? നമ്മൾ ആദ്യമേ കേട്ടു, അള്ളാഹു മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക, അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്വർഗം തരും. ഈ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യേണ്ടത് ഇസ്ലാം മുഴുവനായിട്ട് സമുദായമായിട്ടല്ല, എന്നാൽ സമുദായത്തിലെ ഒരു കൂട്ടം ആളുകൾ എക്കാലത്തും ചെയ്യേണ്ട ഒരു കടപ്പാടാണ്. ആ ഒരു കൂട്ടം ആളുകൾ ബാക്കിയുള്ള എല്ലാവരുടെക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അത് ബഹുദൈവ വിശ്വാസികളോട് എപ്രകാരം ചെയ്യണം, വേദക്കാരോട് എപ്രകാരം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇതെത്ര കാലം ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. അതിന് ഒരു ഉത്തരം വന്നോണം ഇമാം ഷാഫി തുടരുകയാണ്. അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത് ഒരു ഹദീസാണ്. ആ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ്. ഐ വിൽ കണ്ടിന്യൂ ദ ബാറ്റിൽ. ഇത് ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞതാണ്. ഐ വിൽ കണ്ടിന്യൂ ടു ബാറ്റിൽ പീപ്പിൾ അണ്ടിൽ ദേ സേ ദർ ഈസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്. ഇഫ് ദേ സേ ദാറ്റ് ദേ ഹാവ് സേഫ് ഗാർഡഡ് ദർ ലൈഫ്സ് ആൻഡ് ദർ പ്രോപ്പർട്ടി ഫ്രം മീ. ഞാന് അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ഇവർ പറയുന്നിടം വരെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞത്. അപ്പൊ എത്ര കാലം ഇത് തുടരുന്നത്? എല്ലാവരും ഒന്നെങ്കിൽ വേദക്കാരൊന്നെങ്കിൽ ട്രിബ്യൂട്ട് കൊടുക്കുന്നത് വരെയോ, ബഹുദൈവ വിശ്വാസികൾ കൊല്ലപ്പെടുന്നത് വരെയോ, അല്ലെങ്കിൽ അവർ ഇസ്ലാം മാർഗം സ്വീകരിക്കുന്നത് വരെയോ. അത് തുടർന്ന് അദ്ദേഹം ചെയ്യുമെന്ന് ഇദ്ദേഹം ഒരു ഹദീസാണ്. ഈ ഹദീസ് അദ്ദേഹം റെഫറൻസ് തന്നിട്ടില്ല, എങ്കിൽ റെഫറൻസ് നമുക്കറിയാവുന്നതാണ്. ആ റെഫറൻസ് ഞാനിപ്പോൾ തരികയാണ്. സഹീഹ് അൽ ബുഖാരിയിലെ ഹദീസാണ്. ബുക്ക് ഫോർ ഫൈറ്റിംഗ് ദ കോസ് ഫോർ അല്ലാഹ്, ജിഹാദ് എന്ന ബുക്കിൻ്റെയാണ്. സഹീഹ് അൽ ബുഖാരി ഹദീസിൽ ബുക്ക് ഓഫ് ജിഹാദ്, അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരികയാണെങ്കിൽ വോള്യം 4 ബുക്ക് 52 ഹദീസ് നമ്പർ 196. അതിൽ അബൂ ഹുറൈറ അള്ളാഹുവിന്റെ അപ്പോസ്തലൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് പറയുന്നത്. ഇതേ ഹദീസ് തന്നെയാണ് പറയുന്നത്. അന്ത്യകാലം വരെ, അഥവാ
ലോകം മുഴുവൻ ഇസ്ലാം മാർഗത്തിന് കീഴ്പ്പെടുകയോ, ഇസ്ലാം സ്വീകരിക്കണമെന്നില്ല, ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഇസ്ലാമിന് കീഴ്പ്പെട്ട് അധീനപ്പെട്ട് ടാക്സ് കൊടുത്ത് ജീവിക്കണം. ബഹുദൈവ വിശ്വാസികൾ ഒന്നെങ്കിൽ കൊല്ലപ്പെടുവാൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ഇസ്ലാം മാർഗം സ്വീകരിക്കണം. ഇത് രണ്ടും ചെയ്യുന്നിടം വരെയും ഹസ്രത്ത് മുഹമ്മദ് യുദ്ധം തുടരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൽപ്പന പ്രകാരം ഇവർ നിരന്തരമായിട്ട് ഇന്നും യുദ്ധം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ഇവരെ എന്ന് പറയുമ്പോൾ എല്ലാവരും അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കണം, എല്ലാ മുസ്ലിങ്ങളും ചെയ്യണമെന്നല്ല അള്ളാഹു പറയുന്നത്. ഒരു കൂട്ടം ആളുകൾ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടതായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇതിൻ്റെ കാരണങ്ങൾ ഇമാം ഷാഫിയും വീണ്ടും കാണിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, വിശ്വാസികളോട് അള്ളാഹു പറയുന്ന, ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത് അദ്ദേഹം വീണ്ടും ഉദ്ധരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് യുദ്ധം ചെയ്തുകൂടെ എന്നുള്ള പറയുന്ന ഒരു ആയത്താണ് അത്. അതേ സുരത്ത് തന്നെ 9, ഖുർആന്റെ 9:38 അവിടെ പറയുന്നത്, വിശ്വസിച്ചവരെ നിങ്ങൾക്ക് എന്തു പറ്റി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ ഭൂമിയോട് അള്ളിപ്പിടിക്കുകയാണോ? പരലോകത്തേക്കാൾ ഐഹിക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിതം വെറും തന്നെ നിസ്സാരമാണ്. നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകുകയും നിങ്ങളല്ലാത്ത വല്ല ജനതയും അവൻ പകരം കൊണ്ടുവരികയും ചെയ്യും. അവന് ഒരു ഉപദ്രവവും ചെയ്യുവാൻ നിങ്ങൾക്കാവില്ല. നമ്മളിതിൻ്റെ ഒരു ചിന്താധാര ഒന്ന് ഓർത്തു നോക്കണം. അള്ളാഹു കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം, നിങ്ങൾക്ക് സ്വർഗത്തിൽ പുറകണമെങ്കിൽ നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം. ബഹുദൈവ വിശ്വാസികളെ കൊല്ലണം, വേദക്കാരെ കീഴ്പ്പെടുത്തണം. ഇതെപ്രകാരമാണ് ചെയ്യേണ്ടത്? അവര് ഇസ്ലാമിൻ്റെ അധീനതയിൽ വരുന്നിടം വരെ. ഇത് ചെയ്യുവാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ അള്ളാഹു പറയുന്നത് അവൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് മാത്രമല്ല, അവൻ നിങ്ങളെ മാറ്റി മറ്റൊരു ജനതയെ കൊണ്ടുവരുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തുടരുകയാണ്, ഇമാം ഷാഫി തുടരുകയാണ്, ഗോ ഔട്ട് ലൈറ്റ് ആൻഡ് ഹെവി and strive your persons and your possessions in God's way. That is better for you if you have knowledge. ഇതും അദ്ദേഹം ഖുർആന്റെ ഒരു ആയത്ത് ഉദ്ധരിക്കുന്നതാണ്. നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും, ഇതും സൂര 9:41 39 നമ്മൾ മുമ്പ് വായിച്ചത്. നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും ധർമ്മസമരത്തിന് ഇറങ്ങിപ്പെട്ടുകൊള്ളുക. നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഉത്തമം. യുദ്ധം ചെയ്യുകയും കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുക. ഇതിനെയാണ് ഇമാം ഷാഫി പറയുന്നത്, ഇത് സമുദായത്തിൻ്റെ മൊത്തമായ നിയമമാണ്. ഈ സമുദായത്തിൻ്റെ മൊത്തമായ നിയമമാണ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്ന ഈ ഉദ്ധരണികളെല്ലാം, ഈ ആയത്തുകളെല്ലാം അദ്ദേഹം ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത്, ദീസ് വേഴ്സസ് കുഡ് മീൻ ദ ജിഹാദ് ഇൻ ജനറൽ ആൻഡ് റെസ്പോണ്ടിങ് ടു ദ കോൾ ഇൻ ഇറ്റ് ഇൻ പെർട്ടിക്കുലർ. ഇത് ജിഹാദിനെ പറ്റി പൊതുവായിട്ടും ജിഹാദിന് വേണ്ടി ഒരു നേതാവ് വിളിക്കുമ്പോൾ അനുസരിക്കുന്നതിൻ്റെ പ്രത്യേകമാലും ഇത് എടുക്കാമെന്നതാണ് എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് അദ്ദേഹം ഈ തുടർന്ന് പറയുകയാണ്, thus whoever undertakes to wage jihad against the pagans who are the objects of jihad, being part of sufficient number of such persons, has managed to carry out the obligation, achieve an extra reward and dispel the sin from those who hold back. നിങ്ങളിതൊന്ന് ഓർക്കണം. ബഹുദൈവ വിശ്വാസികൾക്കെതിരെയുള്ളതായ ഈ ജിഹാദ് ഒരു കൂട്ടം ആളുകൾ, സഫിഷ്യന്റ് നമ്പർ ഓഫ് പീപ്പിൾ, അതാവശ്യമായ ഒരു കൂട്ടം ആളുകൾ യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് മറ്റുള്ള മുസ്ലിങ്ങളിൽ നിന്ന് അധികം പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ മേൽ വരാമായിരുന്നതായ പാപം, അതായത് ജിഹാദ് ചെയ്തില്ല എന്നുള്ള പാപവും അവർ മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓർക്കണം. ഈ നിസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വ്യക്തി ചെയ്യേണ്ടതാണ്. അതൊരു വ്യക്തിക്ക് പകരം മറ്റൊരു വ്യക്തി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ജിഹാദ് അങ്ങനെയല്ല. ജിഹാദ് സമുദായത്തിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ചിലർ ചെയ്താൽ അതെല്ലാവരും ചെയ്തിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഇതുകൊണ്ടല്ലേ ചില ജിഹാദികൾ തീവ്രവാദ ആക്രമണവും പള്ളികളും മറ്റു പൊതുസ്ഥലങ്ങളിലും ചാവേറുകളായി
കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട വരുന്നത് ഇതേപോലെയുള്ള ഉപദേശം നിങ്ങൾ ഇന്നും പഠിപ്പിക്കുകയും അത് നിങ്ങളുടെ മൗലിക ഉപദേശമായിരിക്കുകയും ചെയ്തിരിക്കുന്നത് കൊണ്ടല്ലേ. ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ ഒരു ഉപദേശം ഇല്ലല്ലോ. എവിടെയാണ് ക്രിസ്ത്യാനി ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്ത്യാനിയുടെ ബൈബിളിൽ ഇത് പറഞ്ഞിട്ടില്ല, വേദപുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനി ഇത് പഠിപ്പിക്കുന്നില്ല. ഏത് സഭയാണ് ഇന്ന് ഇത് പഠിപ്പിക്കുന്നത്? ഒരു സഭയും ഇങ്ങനെ ഒരു പഠിപ്പില്ല, കാരണം അത് വേദപുസ്തകത്തിലില്ല. അപ്പോൾ ക്രിസ്ത്യാനി എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? വെറുതെ ഹരം കൊണ്ട് ഹാലിളകി എന്തെങ്കിലും സംസാരിച്ചത് കൊണ്ട് അതൊരു ഉത്തരമാവത്തില്ല മൗലവി. അലിയാർ മൗലവിയോട് പറയുന്നത്, നിങ്ങൾ കാതലായ വിഷയങ്ങളെ തട്ടിമാറ്റാതെ ഗൗരവമായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയുകയാണ് നിങ്ങൾ വേണ്ടത്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. ബഹുമാനീയനായ ഉസ്താദ് അത് ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തെ കൂടെ ഓർപ്പിക്കുന്ന ചില എപ്പിസോഡുകളാണ്, അദ്ദേഹം ഉത്തരം പറയേണ്ട എപ്പിസോഡുകളാണ് ഇനി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇമാം ഷാഫി പറയുകയാണ്, അദ്ദേഹം അതിനു മുമ്പ് പറഞ്ഞു, എല്ലാവർക്കും ഒരുപോലെയല്ല പ്രതിഫലം. ഇത് ചെയ്യുന്ന ജിഹാദികൾക്ക് അധികമായ പ്രതിഫലവും അവരെ ഇസ്ലാമിൻ്റെ മൊത്തമായ ശാപം മാറ്റുന്നതോടൊപ്പം തന്നെ അവർക്ക് അധികമായ പ്രതിഫലം ഉണ്ടാവും. അതിനും അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ദോസ് ബിലീവേഴ്സ് ഹു സ്റ്റിൽ sit still other than those who are suffering from injury are not on equal footing with those who strive in God's way with their possessions and their persons. ഇത് സുരത്ത് 4:95 ന്യായമായ കാരണമില്ലാതെ വീട്ടിലിരിക്കുന്ന വിശ്വാസികളും തങ്ങളുടെ സമ്പത്തും ശരീരവും ഉപയോഗിച്ച് ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നവരും ഒരുപോലെയല്ല. അവർക്ക് ജിഹാദികൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ടാവും. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മളത് കാണുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം ഇവരുടെ ഏറ്റവും പ്രധാന ഇമാമുകളിൽ ഒരാളായ ഇമാം ഷാഫിയുടെ വർക്കുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഉദ്ധരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇമാം ഷാഫി തുടരുകയാണ്. അദ്ദേഹം വീണ്ടും അതിന് സ്റ്റേറ്റ് ക്ലിയർലി ഫോർ മീ, അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമായിട്ടാണ് ഇത് വരുന്നത്. ഇതിന് കൂടുതൽ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു കാണിക്കാമോ, എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത്, God said, God has promised each of the fairest reward എന്ന് പറഞ്ഞ് അദ്ദേഹം തുടർന്ന് പറയുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത് എവിടെയാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനെ കൃത്യമായ പിന്നെയും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഷാഫി ഇവിടെ ഉദ്ധരിക്കുന്നത് സുര 9:112 9:111 നമ്മൾ തുടങ്ങിയത്. സത്യവിശ്വാസികൾ ഒന്നടങ്കം യുദ്ധത്തിന് പുറപ്പെടാവുന്നതല്ല. അവരിൽ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു സംഘം മതത്തിൽ അറിവ് നേടുവാൻ ഇറങ്ങി പുറപ്പെടാത്തത് എന്ത്? അതായത് എല്ലാവരും ജിഹാദികളായിട്ട് പോകേണ്ടതില്ല. ചിലർ ഇമാമുകളായിട്ടും മൗലവിമാരായിട്ടും ഉസ്താദുക്കളായിട്ടും ഒക്കെ ഇരിക്കണം. കാരണം ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണ്ടേ, ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, ഇതിനൊക്കെ ന്യായീകരണ തൊഴിലാളികളായിട്ട് വരണ്ടേ? അതൊക്കെ എപ്രകാരം വരുന്നു എന്നുള്ളത്, അതിൻ്റെ ധാർമ്മികത അല്ലെങ്കിൽ അധാർമികത എന്താണ് എന്ന് ഇവരുടെ ഹദീസ് പ്രകാരം നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ പണ്ഡിതനായ ഇമാം ഷാഫിയുടെ വർക്കാണ് കാണുന്നത്. അതാണ് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇമാം ഷാഫി പറയുന്നത്, ഇതുകൊണ്ട് ആണ് അദ്ദേഹം പറയുന്നത്, എല്ലാവരും ചെയ്യേണ്ട കടമയായിട്ടല്ല ജിഹാദ് പറയേണ്ടത്, എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്ത ചുമതലയാണ്. അതിൽ ചിലർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ്. ഇപ്രകാരമാണ് ഭീകരാക്രമണം, ജിഹാദി ആക്രമണങ്ങൾ ഇന്ന് നടക്കുന്നതെങ്കിൽ ഒരു ചോദ്യം അവിടെ ഉയരുകയാണ്, മാപ്പ് പറയേണ്ടത് ഇവരല്ലേ? ഇവർക്ക് വേണ്ടിയാണ്, ഇവരുടെ പാപം മാറ്റുവാൻ വേണ്ടിയാണ്, ഇവർക്ക് ഇവർക്കും കൂടി സ്വർഗം ലഭിക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് എക്സ്ട്രാ ബലമുണ്ട്, അത് സംബന്ധിച്ച് ആ എക്സ്ട്രാ ബലം എന്താണ് എന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കും. ഇവർക്കും വേണ്ടിയാണെങ്കിൽ ഇവരെ എല്ലായ്പ്പോഴും ജിഹാദി ആക്രമണങ്ങൾ നടക്കുമ്പോൾ മാപ്പ് പറയാൻ നിർബന്ധിതരാണ്. കാരണം അത് നിങ്ങളും ബാധ്യസ്ഥരാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. നിങ്ങളുടെ ഖുറാനും നിങ്ങളുടെ ഹദീസുകളും നിങ്ങളുടെ പണ്ഡിതന്മാരുമാണ് അത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മാപ്പ് പറയാൻ നിർബന്ധിതരാകുന്നത്. ക്രിസ്ത്യാനികൾ സംഘടിതമായിട്ട് ഒരിടത്തും അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ വെറും ആക്ഷേപമാണ്. അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമാണെന്ന്. അമേരിക്ക സെക്യുലർ രാജ്യമാണ്, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സെക്യുലർ രാജ്യമാണ്. അമേരിക്ക ക്രിസ്ത്യൻ രാജ്യമാണെങ്കിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചോ? ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഇപ്പോഴേ ഹിന്ദു രാഷ്ട്രമാണെന്ന് അത് അംഗീകരിക്കത്തില്ലല്ലോ. ഇന്ത്യ സെക്യുലർ ആണെന്ന് നിങ്ങൾ പറയും.
അങ്ങനെയാണെങ്കിൽ അമേരിക്കയും സെക്യുലറാണ്, ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സെക്യുലർ രാജ്യമാണ്. അമേരിക്ക ചെയ്തതിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അമേരിക്ക ചെയ്തത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്രൈസ്തവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന് ആവശ്യകതയുണ്ട്, കാരണം ഇത് നിങ്ങളുടെ പഠിപ്പിക്കലാണ്. ഇതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ ജിഹാദികൾ കൊല്ലുവാനും കൊല്ലപ്പെടുവാനുമായിട്ട് പോകുന്നതെങ്കിൽ ഇവർ ജിഹാദികളെ തള്ളിപ്പറയും? ഒരിക്കലുമില്ല. ഇവർ ജിഹാദികളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും, എന്നാൽ അവസരം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ന്യായീകരിക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ അലിയാർ മൗലവിയുടെ 2 ക്ലിപ്പിൽ തന്നെ കാണാവുന്നതാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള നികൃഷ്ടമായ, നീചമായ, പൈശാചികമായ ജന്തുക്കൾ, ആ ജന്തുക്കളെ പറ്റി ചോദിച്ചപ്പോൾ അത് മൊസാദിന്റെ തലയിൽ കൊണ്ട് മൗലവി കെട്ടിവെച്ചു. ആ ക്ലിപ്പ് നമുക്കൊന്ന് ആദ്യം കാണാം. എന്നല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഷിയാക്കളുടെ ആ സ്ഫോടനങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ മൊസാദാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ന് മലയാളത്തിലൊരു വാർത്താ ചാനൽ തന്നെ പ്രസിദ്ധീകരിച്ചതിന്റെ വീഡിയോ ക്ലിപ്പ് എന്റെ കൈവശം ഇരിപ്പുണ്ട്. മൊസാദാണ് അവരെ പരിശീലിപ്പിച്ച് ഐസിസിനെ വളർത്തിക്കൊണ്ടുവന്നത്. മുസ്ലിം സമുദായത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നടക്കം ധാരാളം ആളുകളെ മൊസാദിന് കിട്ടും. മുസ്ലിം സമുദായം എല്ലാവരും മതം അനുസരിച്ച് ജീവിക്കുന്നവരൊന്നുമല്ല. അവർ ഈ ക്ലിപ്പ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഇദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റിനെ മൊത്തമായിട്ട് വെറുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം മറ്റൊരു ക്ലിപ്പ് കൂടെ ഇതേ ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്നതാണെന്ന് ഓർക്കണം. ഒരു 2 പത്ര റിപ്പോർട്ടുകൾ ക്ലിപ്പിംഗ്സ് ഒക്കെ ഇദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്ന് പോക്കറ്റിൽ നിന്ന് താഴെ നിന്ന് എടുത്ത് വായിച്ച് തിരിച്ച് ഭദ്രമായിട്ട് പോക്കറ്റ് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു വാർത്തയാണത്. അത് താലിബാനും ഇസ്ലാമിക് സ്റ്റേറ്റും ചെയ്ത നല്ല പ്രവൃത്തികളെ പറ്റിയാണ്. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അറിയാതെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കാണ് ആളുകൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ജോയിൻ ചെയ്യാനല്ലേ പറയേണ്ടത്, എന്നിട്ട് ഉടനെ അദ്ദേഹം തിരുത്തുന്നുമുണ്ട്. അത് മലയാള മനോരമയോടും ചോദിക്കണമല്ലോ. നിങ്ങൾ ആ ക്ലിപ്പ് കൂടെ ഒന്ന് കേട്ടെ. മുസ്ലിമീങ്ങളുടെ നേരെ നിലനിൽക്കുകയാണ്. ഇപ്പൊ ഐസിസ് തന്നെ നോക്കൂ. ഞാൻ ഒറ്റ കാര്യം, ഇത് മലയാള മനോരമയാണ്. നമ്മുടെ ടോം ഉഴുന്നാലിൽ എന്ന് പറയുന്ന അദ്ദേഹം ആ അച്ഛനെ 11 മാസം തടവിൽ പിടിച്ചിട്ട് അദ്ദേഹത്തെ ഇവിടെ വരുന്ന ഒരു ആഘോഷമാക്കി മാറ്റാൻ ഇന്ത്യയുടെ ഗവൺമെന്റ് അടക്കം നമ്മുടെ സുഷമ സ്വരാജാണ് ആര് മോചിപ്പിച്ചാലും വലിയ സന്തോഷം. ആ ഐസിസ് പറയപ്പെടുന്നത് ആഗോളതലത്തിലും കേരളത്തിലും സത്യമാണ്. ഐസിസിലേക്ക് പോകുന്നു, കേരളത്തിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ ഐസിസും വർത്തമാനത്തിൽ സ്വാഭാവികമായിട്ടും വരികയാണ്. മലയാള മനോരമയാണിത്. റമദാൻ നോമ്പ് കാലത്ത് നോമ്പെടുക്കുമ്പോഴും അച്ഛന് 3 നേരവും ഭക്ഷണം മുടക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. നോക്കൂ, ഒരു ദിവസം വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകി. എന്താണ് കാരണം? ഒരു ദിവസം വീഡിയോ നോക്കിയപ്പോൾ 2 ദിവസം മുമ്പ് തനിക്ക് അവർ വിഭവങ്ങൾ ഏറെയുള്ള ഭക്ഷണം നൽകിയതിന് കാരണം അച്ഛന് ബോധ്യമാകുന്നത് 2 ദിവസം മുമ്പ് ക്രിസ്മസ് ആയിരുന്നു എന്നതാണ്. ഇത് ഐസിസ് കാണിച്ചു എന്നാണ് പറയുന്നത്. മലയാള മനോരമ പറയുന്നു, തന്നെ അവർക്കെതിരിൽ സംസാരിക്കുമ്പോൾ കന്മഷത്തിന്റെ വാക്കോ നോട്ടമോ പോലും കടന്നു വരുന്ന അച്ഛന് നിർബന്ധമായിരുന്നു. തന്റെ അവസ്ഥയോട് അച്ഛനുണ്ടായിരുന്ന മനോഭാവവും തട്ടിയെടുത്തവർ അച്ഛനോട് പെരുമാറ്റവുമാകാൻ കാരണം. ഐസിസിനെ കുറിച്ച് മലയാള മനോരമ എഴുതിയതാ. ഇത്രയും വലിയ ഭീകരന്മാരെ കുറിച്ച് എന്തുകൊണ്ട് എഴുതിയെന്ന് മനോരമയോട് ചോദിക്കണം. ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കണ്ടുപിടിച്ചിരിക്കുന്ന സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയാനല്ലാതെ ഇവർക്ക് അതിനെക്കുറിച്ച് യാതൊരു മറുപടിയില്ല. എന്തെന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തവനോടുള്ള ഒരു അനുഭവം, പിടിച്ചെടുത്തവന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ ബിജെപിക്കാരുടെ കയ്യിൽ ഒരാൾ പെട്ടാൽ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഉണ്ടാകുമോ? നമ്മളൊന്ന് തെളിയിക്കണം. ഇത് കാണിച്ചു കൊടുക്കണം. ഇനി നോക്കൂ, ഇനി ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ താലിബാനികളാണ്. താലിബാനിലേക്ക് പോയേച്ച് വന്ന ആളുടെ അനുഭവമാണ്. നമ്മൾ വാർത്തകൾ വായിക്കുന്നത് മാത്രമാണ്. പോയേച്ച് വന്ന അദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി മനോരമയിൽ വാർത്ത വന്നതിന് ശേഷം അദ്ദേഹം എവിടെയാണെന്ന് പോലും അറിയാൻ പാടില്ല. ആർക്കും ആഘോഷിക്കേണ്ട ടോം ഉഴുന്നാലിനെ. താലിബാന്റെ അടുത്ത് ഗിവോൺ റിഡ്ലി എന്ന് പറയുന്ന ഒരു പെണ്ണ് പോയി, യൂറോപ്യൻ പത്രപ്രവർത്തക. അവർ 16 മാസം അവിടെ താമസിച്ചു. അവസാനം അവർ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഈ മാലാകമാരെ പോലെ ഞാൻ യുവതിയായ എന്റെ മുഖത്ത് ഇതുവരെ അവർ തുറിച്ചു നോക്കിയിട്ട് പോലുമില്ല. അവർ അവസാനം പുറത്തു പോയിട്ട് അവരെ പിടിയിലായിരുന്നപ്പോഴല്ല അമേരിക്കയിൽ ബ്രിട്ടനിൽ പോയതിനു ശേഷം അവർ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക പ്രബോധകയാണ്, സ്കാർഫിട്ട് നടക്കുകയാണ് അവര്. അവർ ലോകത്തെ ഈ ഭീകരന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരെ നേരിട്ട് അനുഭവിച്ച മുസ്ലിമീങ്ങളല്ലാത്തവർ തിരിച്ചു വരുന്നു പറഞ്ഞു പരുന്ന ഈ വർത്തമാനങ്ങളൊന്നും കാണാതെ ഐസിസിലേക്ക് റിക്രൂട്ട്. ഈ ഐസിസിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ നല്ലതല്ലെന്ന് ചോദിക്കാൻ മനോരമക്കാരോടെങ്കിലും ചോദിക്കേണ്ടി വരും നമുക്ക്. കാരണം ഇനി ഈ 2 ക്ലിപ്പ് കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കേട്ടതുപോലെ ഈ 2 ക്ലിപ്പ് കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മൊസാദാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയാണ് താലിബാൻ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ, ആ താലിബാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നത്?
ആ താലിബാനിൽ നിന്ന് ഒരു സ്ത്രീ മുസ്ലിമായെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് താലിബാനെ സ്തുതിക്കുകയല്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ 1 ഇഞ്ച് സ്തുതിക്കുവാൻ അവസരം കിട്ടിയാൽ സ്തുതി പാഠകരായിട്ട് മാറുമെന്നുള്ള ഒരു മകുടോദഹരണമാണ് ഈ ക്ലിപ്പ്. അപ്പോൾ അദ്ദേഹം മറ്റേത് പറഞ്ഞതോ അത് നമ്മളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയുള്ള താക്കിയ പ്രവർത്തനമാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടാണ് ഇദ്ദേഹം ക്രൈസ്തവർക്കെതിരെ മേക്കിട്ട് കയറാനായിട്ട് വരുന്നത്. ഇത് ഈ എപ്പിസോഡിൽ തന്നെ ഞാൻ മറ്റൊരു പണ്ഡിതനെ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. മജീദ് കാദൂരി. ഇദ്ദേഹം ഇമാം ഷാഫിയെ പോലെ ഒന്നുമല്ല. ഇദ്ദേഹം ഒരു അക്കാഡമിക് തലത്തിൽ വളരെയേറെ പ്രസിദ്ധനായ ഒരു മുസ്ലിം പണ്ഡിതനാണ്. മജീദ് കാദൂരി ഫൗണ്ടർ പോൾ നിറ്റ്സ് സ്കൂൾ ഓഫ് അഡ്വാൻസ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ഇൻ മിഡിൽ ഈസ്റ്റ് സ്റ്റഡീസ്, ജോൺ ഹോപ്കിൻസൺ യൂണിവേഴ്സിറ്റിയുടെയാണ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 35ഓളം പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് വാർ ആൻഡ് പീസ് ഇൻ ദ ലോ ഓഫ് ഇസ്ലാം എന്നാണ്. യുദ്ധവും സമാധാനവും ഇസ്ലാമിക നിയമങ്ങളിൽ. ഇദ്ദേഹം ഇതിനകത്ത് വളരെ പ്രത്യേകത കാണിക്കുന്നുണ്ട്. അദ്ദേഹം മുമ്പ് പറഞ്ഞത് മജീദ് കാദൂരി, വാർ ആൻഡ് പീസ് ഇൻ ദ ലോ ഓഫ് ഇസ്ലാം, ചാപ്റ്റർ 5 ദ ഡോക്ട്രിൻ ഓഫ് ജിഹാദ്, പേജ് നമ്പർ 60. അദ്ദേഹം പറയുന്നുണ്ട് 5 പില്ലറുകൾ. നമ്മൾ മുമ്പ് ചിന്തിച്ചത് തന്നെ ഇദ്ദേഹം ആവർത്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞതൊന്നും മിസ്കൊട്ടേഷൻ അല്ല, അതൊന്നും പശ്ചാത്തലത്തിൽ നിന്ന് നടത്തിയെടുത്തതല്ല എന്ന് കൂടെ ആവർത്തിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഇമാം ഷാഫിയും ഇദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരെ നമ്മൾ മുന്നോട്ട് കാണിക്കുന്നത്. 5 പില്ലറുകൾ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ ജിഹാദ് ഒറ്റപ്പെട്ട സാഹചര്യമല്ലാതെ, ഒറ്റപ്പെട്ട സാഹചര്യം എന്ന് പറയുമ്പോൾ സഡനായിട്ടൊരു അക്രമം വന്നു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാവരും പങ്കെടുക്കണം. അല്ലാത്ത പക്ഷം ജിഹാദ് സമുദായത്തിന് കൊടുത്തിരിക്കുന്നതാണ്. സമുദായത്തിലെ ചിലർ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കടമയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആരും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ജിഹാദ് ആരും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് സമുദായത്തിന് ഒരു പഴിയായിട്ട്, പാപമായിട്ട്, ശാപമായിട്ട് മാറും. എല്ലാവരും ചെയ്യണമെന്നല്ല, സമുദായത്തിലെ ചിലർ എക്കാലവും ചെയ്തുകൊണ്ടിരിക്കേണ്ട പ്രവൃത്തിയാണ് ഈ ജിഹാദ്. ഈ ജിഹാദ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ജിഹാദ് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. 5 പില്ലർ അല്ല ഇസ്ലാമിൻ്റെ 5 പില്ലർ. അത് നമ്മൾ 5 പില്ലർ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്നതാണ്. സമുദായത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനവും ഏറ്റവും മൗലികമായ ഉപദേശം എന്ന് പറയുന്നത്, ഇസ്ലാം സമുദായത്തിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് ജിഹാദാണ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തന്നെ പറയുകയാണ്, ഇത് കമ്മ്യൂണിറ്റിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ഇതിലുണ്ട്. ഒന്ന്, സമുദായത്തിലെ എല്ലാവരും ചെയ്യേണ്ടതല്ല. നമ്മൾ ഇതിനെപ്പറ്റി അധികമായിട്ട് ആലോചിച്ചത് കൊണ്ടുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അദ്ദേഹം അതേ പോയിന്റ് തന്നെയാണ് ആവർത്തിക്കുന്നത്. എല്ലാവരും ചെയ്യേണ്ടതല്ല, ചിലർ എല്ലാവർക്കും വേണ്ടി ചെയ്യേണ്ടതാണ്. 2, ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ്, അതിൻ്റെ ഒരു തലവനെ ഒരു ആവശ്യമായിട്ട് വരും. നമ്മൾ ഇതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഇദ്ദേഹം ഇതിന് 3 വ്യൂ പോയിന്റ് കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തലവൻ വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു സുന്നി വിഭാഗത്തിലെ ഭൂരിഭാഗം പേരുകൾ, അത് ഈ 12 ഇമാമുകൾ പോലെയുള്ള ഇമാമുകൾ ആണ് നടത്തേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഷിയ വിഭാഗം. എന്നാൽ സുന്നി വിഭാഗത്തിലെ തന്നെ മറ്റൊരു കൂട്ടം, ഇത് അങ്ങനെ ഒരു തലവൻ വേണ്ട, ഓരോ വ്യക്തികൾക്കും ചെയ്യാൻ കഴിയുന്നതാണ് എന്ന് വിശ്വസിക്കുന്നതായ മറ്റൊരു കൂട്ടം. ഈ ഒരു കൂട്ടമാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായ ഒരു പോയിന്റാണ്. കാരണം 1920കളിൽ ഖലിഫത്ത് അബോളിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മലബാറിൽ വലിയ കലാപങ്ങളൊന്നും നടന്നിട്ടില്ല. അതിന് കാരണമുണ്ട്. അത് മിതവാദികളായ ചില പാർട്ടികൾ, മുസ്ലിം പാർട്ടികൾ വന്നതുകൊണ്ടല്ല. ഇന്ന് അവർക്ക് അത് നടത്തുവാനായിട്ട്, പ്രഖ്യാപിക്കുവാനായിട്ട്, നേതൃത്വം നൽകുവാനായിട്ട് ഒരു ഖലിഫത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നാളെ ഖലിഫത്ത് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇവരുടെ മുഖം നിങ്ങൾ ശരിക്ക് കാണും. കലാപങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത ഈ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമാണ്. നമുക്കറിയാം, ഈയിടെ ടർക്കിയിൽ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ക്രൈസ്തവ പള്ളി മോസ്കായിട്ട് മാറ്റിയപ്പോൾ ടർക്കിയുടെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ, അഥവാ ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ടർക്കിയുടെ തലവനായ ജിഹാദിയായ പ്രൈം മിനിസ്റ്റർ മാറ്റിയപ്പോൾ കേരളത്തിലെ മിതവാദി മുസ്ലിം നേതാവിൻ്റെ തനിമുഖം
കണ്ടതാണ്. നമ്മളത് ആശങ്കയോടുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ന് മിതവാദം പുലർത്തുന്നുവെങ്കിൽ ഇദ്ദേഹം മജീദ് കാദുരി പറഞ്ഞിരിക്കുന്ന ഈ രണ്ടാമത്തെ പോയിന്റിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ വളരെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാരണം ഖലീഫ ഇല്ലാത്തതുകൊണ്ട് ഇവരിന്ന് സമുദായമായിട്ട് ഇത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് എല്ലാവരും ചിന്തിക്കുന്നില്ലല്ലോ, ചിലർ ചിന്തിക്കുന്നുണ്ട്. കാരണം ആ ചിലർ ചിന്തിക്കുന്നതിൻ്റെ കാരണം ജിഹാദ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഹസ്രത്ത് മുഹമ്മദിനെ അനുകരിക്കുമെന്നുള്ളതാണ്. കാരണം ഹസ്രത്ത് മുഹമ്മദിൻ്റെ അവസാനത്തിലെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ജിഹാദുകളുടെ പൂരമായ ഒരു ജിഹാദിന് പുറകെ ജിഹാദ് 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 എന്ന് പറയുന്ന അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് കാണും, ഹദീസിൽ പറയുന്നുണ്ട്, ജിഹാദിലൂടെയാണ് ഞാൻ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അനുകരിക്കണമെങ്കിൽ ജിഹാദ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ള മൗലികമായ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അവർ സ്വയമേ ജിഹാദ് ചെയ്യുവാനായിട്ട് പൊട്ടിപ്പുറപ്പെട്ട് ചെന്ന് ചാകുകയും കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില സമുദായം അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. അത് നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. എത്ര കാലം ഈ അനുഗ്രഹം നിൽക്കുമെന്നറിയത്തില്ല. ഖലീഫത്ത് വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ, കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും സ്ഥിതി ആകമാനം മൊത്തമായിട്ട് ഒരു മാറ്റമാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഇതേ പുസ്തകത്തിൽ തന്നെ വാർ ആൻഡ് പീസ് ഇൻ ദ ലോ ഓഫ് ഇസ്ലാം മജീദ് കാദുരി പറയുന്ന മറ്റൊരു കാര്യം, ഈ എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ യുദ്ധം ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മൾ മുമ്പ് കണ്ടു, ഹദീസിൽ കണ്ടു, എല്ലാവരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നിടം വരെ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഇസ്ലാമിന് വിധേയത്വം പ്രാപിക്കുന്നിടം കീഴ്പ്പെടുത്തിക്കുന്നതും വരെ യുദ്ധം ചെയ്യുക എന്ന് ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇദ്ദേഹം വളരെ പ്രസക്തമായ മറ്റൊരു ഖുർആൻ ആയത്ത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതിപ്പോൾ അദ്ദേഹം പറയാണ്, In Muslim legal theory, Islam and Shirk, associating other gods with Allah, cannot exist together in this world. അതായത് മുസ്ലിം നിയമപ്രകാരം ഇസ്ലാമും ബഹുദൈവ വിശ്വാസവും ഈ ലോകത്തിലെങ്ങും ഒരുമിച്ചിരിക്കുവാനായിട്ട് പാടില്ല, ഈ ലോകത്തിലെങ്ങും. അപ്പം നമ്മൾ ചോദിക്കും, അതെങ്ങനെ സാധിക്കുന്നത്? ഇന്ത്യ ഹൈന്ദവരല്ല ഭൂരിപക്ഷം, അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിച്ചുകൂടെ? അല്ല, ഹൈന്ദവർക്ക് മറ്റൊരു അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും അവർക്ക് അവരുടെ വിശ്വാസപ്രകാരം ജീവിച്ചുകൂടെ? പാടില്ല. കാരണം എന്ത്? കാരണം ഈ ലോകം ഇസ്ലാം വിശ്വാസപ്രകാരം മുസ്ലിങ്ങൾക്ക് അഥവാ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്ക് വേണ്ടി മാത്രം കൊടുത്തതാണ്. അവിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്നത് നരകമാണ്. ഇത് അദ്ദേഹം ഉദ്ധരിക്കുന്ന ആയത്ത് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഭൂരിപക്ഷം ഉദ്ധരിച്ചുകൊണ്ടിരുന്ന സുരത്ത് 9 നിന്നാണ്. 9:73. നബിയെ സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക, അവരോട് പരുഷമായി പെരുമാറുക, അവരെത്തുക നരകത്തീയിലാണ്, അതത്രേ ചീത്ത സങ്കേതം, അതാണ് അവരുടെ സങ്കേതം, ഭൂമിയല്ല എന്നു പറഞ്ഞതുകൊണ്ട് അവരെ കൊല്ലുവാനായിട്ട്, എവിടെ കണ്ടാലും കൊല്ലുവാനായിട്ട് പുറപ്പെടുന്നതാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. ഈ ജിഹാദിൻ്റെ ഭീകരാവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് മജീദ് കാദുരി തുടരുകയാണ്, ജിഹാദ് ഇൻ അതർ വേർഡ്സ്, ജിഹാദ് മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ സാങ്ഷൻ അഗെയിൻസ്റ്റ് പോളിത്തീസം. ഇത് ബഹുദൈവ വിശ്വാസത്തിനെതിരെയുള്ള ഒരു സാങ്ഷനാണ്, അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു അനുവാദമാണ്. ആൻഡ് മസ്റ്റ് ബി സഫേർഡ് ബൈ ഓൾ നോൺ മുസ്ലിംസ് ഹു റിജക്ട് ഇസ്ലാം. എല്ലാ അവിശ്വാസികളും അമുസ്ലിങ്ങളായവരും കഷ്ടം അനുഭവിച്ചാലേ പാടുള്ളൂ, അങ്ങനെയാണ് സാധിക്കേണ്ടത്. അതാണ് ജിഹാദിൻ്റെ ഉപദേശം. ഈ ഉപദേശമാണ് നമ്മൾ കാണുന്നത്. ഈ ഉപദേശം പഠിപ്പിക്കുന്ന നിങ്ങൾ മാപ്പ് ചോദിക്കുകയല്ല വേണ്ടത്, ഇത് തള്ളിക്കളയാണ് വേണ്ടത്. ഇത് തള്ളിക്കളയാതെ, ജിഹാദ് തള്ളിക്കളയാതെ നിങ്ങളുടെ ഈ മാപ്പ് പറച്ചിലും നിങ്ങളുടെ അമേരിക്കയിലുള്ള ആക്ഷേപങ്ങളും ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ മാപ്പ് പറയുന്നുവെങ്കിൽ, തള്ളിപ്പറയുന്നുവെങ്കിൽ ജിഹാദ് എന്ന ഉപദേശം തള്ളിക്കളയാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. അത് പരസ്യമായിട്ട് ഖുറാനും ആയത്തും ഹദീസും കാണിക്കുന്ന ഇമാം ഷാഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ നിങ്ങൾക്ക് മുന്നോട്ട് വെച്ചതായ ജിഹാദ് ഞങ്ങൾ ഇന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുന്നുവെന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലാത്ത പക്ഷം നിങ്ങളുടെ ക്ഷമ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു കുതന്ത്രം മാത്രമാണ്. ക്രൈസ്തവർക്ക് ഇങ്ങനെ ക്ഷമ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം ക്രൈസ്തവർക്ക് ഇങ്ങനെ ഒരു ഉപദേശമേ ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗമരണം മുഖാന്തരമാണ് സ്വർഗം തന്നിരിക്കുന്നത്. ഞങ്ങളുടെ രക്തം മുഖാന്തരമല്ല, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം. അവൻ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇതുകൊണ്ടാണ് ഞങ്ങൾക്കിന്ന് രക്ഷയുള്ളത്. ആ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്,
കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുവാൻ വേണ്ടിയല്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ ഇപ്രകാരമാണ് പഠിപ്പിച്ചിരിക്കുന്നത്: സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. ഞങ്ങളെ തന്നെ ത്യജിച്ച് കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യല്ല, സഹോദരനെ വേണ്ടി സ്നേഹിച്ച് സ്വന്തം ജീവനെ പോലും അർപ്പിക്കുവാൻ അത്രമാത്രം സ്നേഹം കൊടുക്കുവാനായിട്ടാണ് ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഒരു പണ്ഡിതൻ ഒരിക്കൽ വന്ന് ചോദിക്കുകയുണ്ടായി, ഏറ്റവും വലിയ കൽപ്പന ഏത്? ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ നമ്മൾ പൂർണ്ണമായിട്ട് സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതോടൊപ്പം തന്നെ നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയും അതോട് തന്നെ ചേർത്ത് പറഞ്ഞു. അവിടെ ആ പണ്ഡിതൻ അദ്ദേഹത്തോട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നത്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിൽ കർത്താവായ യേശു ക്രിസ്തു അയൽക്കാരനായിട്ട് സ്നേഹിതനായിട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത് സ്വന്തം മതവിശ്വാസിയായിരുന്നില്ല, ഒരു ശമരിയക്കാരനെ ആയിരുന്നു. ഏത് മതവിശ്വാസിയാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവനെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുവാനായിട്ടല്ല. ഈ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഞങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നുവെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 18:36 എൻ്റെ രാജ്യം ഐഹികമായില്ല എന്ന്, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് ഒരു ക്രൈസ്തവ രാഷ്ട്രീയ തലവനെന്നോ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റിൻ്റെ ഹെഡെന്നോ പറഞ്ഞ് ഞങ്ങൾക്ക് ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ഞങ്ങൾ ആത്മീയമായ ഒരു രാജ്യമാണ്. ഇതിൻ്റെ ആത്മീയ പോരാട്ടങ്ങളാണ് ഇതിനുള്ളത്, അല്ലാതെ കൊന്നും കൊല്ലപ്പെടുത്തിയും ഉള്ളതായ ഒരു പോരാട്ടമല്ല. ഇത് തമ്മിലുള്ള കാതലായ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ക്രൈസ്തവർ ക്ഷമ ചോദിക്കേണ്ടതായ കാര്യമല്ല. ക്രൈസ്തവർ ഒരു കാലത്ത് ഏതെങ്കിലും സ്വന്തം മതത്തിന് ഇല്ലാത്തതായ ഒരു ഉപദേശം പറഞ്ഞ് ക്രൂസൈഡുകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവർ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ബൈബിളിലില്ലാത്ത ഉപദേശം പറഞ്ഞ് ചോദിച്ചതിനൊക്കെ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഞങ്ങൾ പഠിപ്പിക്കാത്ത ഉപദേശം, ഞങ്ങൾ പറയാത്ത ഉപദേശം, അത് ആരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതിരിക്കെ അവർക്ക് ക്രൈസ്തവ നാമധാരികളായിരിക്കാൻ ഞങ്ങൾ എന്തിനു ക്ഷമ ചോദിക്കുന്നത്? ഞങ്ങൾ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കുക മാത്രമല്ല, ഈ ഉപദേശം തള്ളിക്കളയുക വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളൂ. അത് മാത്രമല്ല, ഇദ്ദേഹത്തോടെ നമ്മൾ ഇത്രയും കേട്ടത് നമ്മൾ കേട്ടു. ഇമാം ഷാഫിയും മജീദ് ഖാദുരിയും ഒക്കെ പറഞ്ഞത് കൂടുതലും സൂറത്ത് 9 നിന്നാണ്. ഇദ്ദേഹത്തോട് ഇതേ സൂറത്ത് 9 നിന്ന് ഹിന്ദു ഐക്യവേദിയുടെ ആദരണീയനായ നേതാവ് ബാബു സൂറത്ത് 9:5 വെച്ചൊരു ചോദ്യം ചോദിക്കുക. അവിടെ ഇദ്ദേഹം പറയുന്നൊരു ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. അടുത്തൊരു ക്ലിപ്പിൽ അത് കേൾക്കാം. ഭയമാണ്. ഞാൻ ആ ഭയം ഒറ്റ മാത്രമേ ഉള്ളൂ. അതായത് അല്ല ഞാൻ ആ സുറ വായിക്കാം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ, സുറ 9:5, ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഞാൻ ഭയമുണ്ട്, എനിക്ക് ഭയമുണ്ട് കോൺകുട്ടി. ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, എന്നെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുമോ? എനിക്ക് ഭയമുണ്ട്. ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം. അങ്ങ് ഈ കാഫിർ എന്നുള്ള നമുക്ക് അതിലേക്ക് ഒന്ന് കൃത്യമായിട്ട് ഇപ്പൊ ഇത് ചോദിച്ചിട്ട് പിന്നെ കാഫിർ ഭയങ്കരമായ ഒരു അറ്റാക്ക് ചെയ്തു വെച്ചാൽ കാഫിറിലേക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ശരിയാവുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ബഹുദൈവ വിശ്വാസികൾ അന്ന് അവിടെ മക്കയിൽ യഹൂദികൾ ഇല്ല. പ്രവാചകനെ ആട്ടി ഓടിച്ചത് ബഹുദൈവ വിശ്വാസികൾ യഹൂദികളല്ല, ക്രിസ്ത്യാനികളുമില്ല. അവിടെ ബഹുദൈവ വിശ്വാസികളോട് ഏകദൈവ വിശ്വാസം പറഞ്ഞതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് നേരെ ഉണ്ടായ അറ്റാക്ക് മുഴുവൻ നടന്നത്. ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ച് നടന്നൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അദ്ദേഹം, ഈ നിങ്ങൾ കൂപ്പും കല്ലല്ല ദൈവ മരമല്ല, അള്ളാഹു സർവാദി ശക്തനേകൻ എന്ന് പറഞ്ഞു എന്നതാണോ തെറ്റ്? എന്നാൽ അതെല്ലാം തെറ്റെന്ത് ലഭിക്കുന്നാണ് വള്ളത്തോളം ചോദിക്കുന്നത്. കുമാരനാശാന്റെ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇവർ കിരുട്ടെ പ്രിയമിത്ര മൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേതോന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിന്റെ ഒരാശയം ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഈ പ്രവാചകൻ ലോകത്തിൽ നാട് വിട്ട് ഓടിക്കപ്പെടുകയാണ്. യുദ്ധം ചെയ്യാൻ അനുമതി കൊടുത്തില്ല. ഉമറിനെ പോലുള്ള ധീരന്മാരോട് പോലും പറഞ്ഞു ഏറ്റുമുട്ടാൻ അള്ളാഹു അനുമതി നൽകിയിട്ടില്ല. അവസാനം മദീനയിൽ ചെന്നു. ആ നാട്ടിൽ കിടക്കപ്രതി ഉണ്ടായില്ല. ജൂതന്മാരുമായി പറയൂ, ഇതെന്താണ്
ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികൾ ഈ നിലയിൽ അവരെ ഏറ്റുമുട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരോട് എന്നാലും പവിത്രമായ 4 മാസങ്ങളിൽ ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ആ 4 മാസം പിന്നിട്ടാൽ അത് ആ പവിത്രത ഞങ്ങൾക്ക് അപ്പോഴുമുണ്ട്. അദ്ദേഹം അംഗീകരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയല്ല. അദ്ദേഹം അംഗീകരിച്ച പിന്നെ അദ്ദേഹം BJP-യുടെ വക്താവാകുമോ? ആകാൻ പറ്റില്ല. അദ്ദേഹം ആരാകണമെന്ന് നമുക്കറിയാം. പോട്ടെ, അദ്ദേഹം അംഗീകരിക്കണ്ട. പക്ഷേ അത് കഴിഞ്ഞാൽ മാത്രം അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടു പുറകെ ഈ പറഞ്ഞത്. അവിടെ നിങ്ങൾ അതിരുവിടരുത്. അവർ അക്രമം നിർത്തിയാൽ ഫലാ ഉദ്വാന, ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിനെടുത്ത് തരാം. ഫലാ ഉദ്വാന ഇല്ല അലല്ലാലിമീൻ, അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി 3 പ്രാവശ്യം ദൈവത്തിന്റെ പരിധി നിങ്ങൾ ലംഘിക്കരുത്. നിങ്ങളോട് എത്രമാത്രം ആക്രമിക്കുന്നുവോ അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു തല്ല് തല്ലിയാൽ, അതിന്റെ കർമ്മശാസ്ത്ര ഇസ്ലാം പറയുന്നുണ്ട്, ഒരു തല്ല് തല്ലിയാൽ ഒരു തല്ലേ തിരിച്ചു തല്ലാവൂ, 2 തല്ല് തല്ലാൻ നിനക്ക് അവകാശമില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണത്. ഈ ഖുർആന്റെ വ്യാഖ്യാനമാണത്. ഖുർആൻ പറയുന്നു, എത്ര നിങ്ങളോട് നിങ്ങളോട് അവർ അതിക്രമം കാണിച്ചാൽ അതേ അളവിൽ അതിക്രമം നിങ്ങൾ അവരോട് കാണിച്ചോളൂ. ഇതാണ് ഖുർആൻ. അതേ അളവിൽ. എന്താ അതിക്രമം കാണിച്ചവനെ കൊന്നൂടെ? അങ്ങനല്ല. അത് വെറുതെ പറഞ്ഞിട്ടില്ല. ഇത് സൂറ തന്നെ ഞാനിപ്പോ ഓതി പറഞ്ഞതല്ലേ, ഞാൻ കാണിച്ചു തരണോ? നിങ്ങൾ വായിക്കാൻ. ഈ ക്ലിപ്പിൽ ഇദ്ദേഹം പറയുന്നത് വളരെ അബദ്ധജടിലമായ പ്രസ്താവനകളാണ്. അദ്ദേഹം പറയുന്നത് ഒരടി തന്നു കഴിഞ്ഞാൽ തിരിച്ചൊരടി കൊടുക്കുന്നവൻ മാത്രമേ ഇസ്ലാമിന് അനുവാദമുള്ളൂ. അങ്ങനെയാണോ? ഇസ്ലാമിൽ പുണ്യം, ജിഹാദ് ചെയ്യുമ്പോഴൊക്കെ പുണ്യം എപ്പോഴും നിലനിൽക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ മൗഢ്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുകയും അതോടൊപ്പം തന്നെ ജിഹാദ് എക്സ്പോസ് ചെയ്യാനും വേണ്ടി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇതിനെല്ലാം മറുപടി കൊടുക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.